പച്ചമാങ്ങ കൊണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയാണ്. ഇതുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ചോറിന് വേറെ കറീൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ. അതിന് വേണ്ടി നമ്മളിത് ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള മാങ്ങയാണ്. അതുപോലെ ഒരു 3-4 വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കടുകൊക്കെ നന്നായി പൊട്ടി വന്ന് ഉലുവയും നന്നായിട്ട് മൂത്ത് വരുന്ന സമയം വരെ നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കത് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ആ സെയിം ചട്ടിയിലേക്ക് തന്നെ 1 ടീസ്പൂൺ നല്ല മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച വെളുത്തുള്ളി ഇഞ്ചിയും ചതക്കിയിട്ട് ചേർക്കുന്നുണ്ട്. പച്ചമുളക് നീളത്തിൽ ചീന്തിയതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം മാങ്ങ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടോ അല്ലെങ്കിൽ നീളത്തിലോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. വീണ്ടും ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു കഷ്ണം ശർക്കരയാണ്. അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കടുകും ഉലുവയും കൂടി വറുത്ത് പൊടിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് നല്ലോണം വറ്റിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് കുറുകി കിട്ടുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഒരു 5 മിനിറ്റും കൂടി നമ്മളിതൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു സമയം നോക്കിയിട്ട് ഉപ്പോ മുളക് പൊടിയോ വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിപ്പോൾ ചട്ടിയിൽ നിന്ന് തന്നെ നന്നായിട്ടൊന്ന് കുറുകി കിട്ടും. ഈ ഒരു സമയത്താണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിലേക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടിയും വറുത്തിടുന്നത്. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. ചോറിൻ്റെ കൂടെ മാത്രമല്ല നമുക്കിത് എന്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്കൊരു 3-4 ദിവസം വരെ പുറത്ത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അതുപോലെ കുറേ അളവിലൊക്കെ ഉണ്ടാക്കി വെക്കുന്നതാണെങ്കിൽ നമുക്ക് ഒരു ചില്ല് ബോട്ടിൽ തണുത്തതിന് ശേഷം എടുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാനും പറ്റും.